അപ്പോൾ ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ എൻ്റെ സർജറി ചെയ്ത ഡോക്ടേഴ്സിനെയും പിന്നെ എന്നെ കൺസൾട്ട് ചെയ്ത ന്യൂറോ സർജൻ ബൈസാറൊക്കെ പോയിട്ട് നമുക്ക് ചെറിയൊരു വിഷസ് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല. CVTS OP ദിവസം തിങ്കളും ബുധനാണ്. പക്ഷേ OPയിൽ സാറുമാരില്ലായിരുന്നു. ന്യൂറോ വാർഡ് പോയി ബായ്സാറെ കാണാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് കറൻ്റ്ലി ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ ഡോക്ടർ ബായ്സാറിനെ നമുക്ക് കണ്ടിട്ട് ജസ്റ്റ് ഒരു വിഷ് കൊടുത്തിട്ട് നമുക്ക് വരാം. ന്യൂറോ വാർഡിൽ എത്തുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആയില്ലായിരുന്നു. 1:30-2 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബായ്സാറ് നേരത്തെ പോയിരുന്നു. സാറ് ഉണ്ടാകുന്ന ഏകദേശം നോക്കി വാർഡിൽ നോക്കി. പക്ഷേ സാറ് എവിടെയും കാണാൻ പറ്റിയില്ല. സാറ് ഉണ്ടാകുന്ന EG റൂമിലും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. പക്ഷെ അവിടെ ഒന്നും സാറെ കണ്ടില്ല. അങ്ങനെ കേസ് ഡോക്ടറെയും കാത്ത് ഞാൻ നിൽക്കാട്ടോ. പോസ്റ്റാണ്, പോസ്റ്റ്. ഡോക്ടർ ബായ്സാറിനുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ ബായ്സാറേയും തിരഞ്ഞ് ശരിതാ അലഞ്ഞു തിരിഞ്ഞ് നടക്കാട്ടോ. നിരാശയായി ഇതാ മടങ്ങാട്ടോ. നിരാശനായിട്ട് വെറുതെ തപ്പി നടക്കുന്നു. അപ്പോൾ നമുക്ക് ബായ്സാറെ കാണാൻ പറ്റിയില്ല. അടുത്ത സാറെ കാണാൻ പോകും. എന്നാൽ പോലെ അടുത്ത CVTS ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അടുത്ത 18ാം വാർഡിലുണ്ട്. അവിടെ അങ്ങനെ ബായ്സ് ഡോക്ടർ അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആരെ തന്നെ ഏൽപ്പിച്ച് അവിടുത്തെ വാർഡിലെ സിസ്റ്റേഴ്സിൻ്റെ ഏൽപ്പിച്ച്. അപ്പം ഇനി അടുത്ത ഡോക്ടറെ പോട്ടോ നമുക്ക്. ഇനി അടുത്തൊക്കെ പോകുന്നത് ഈ രാജേഷ് സാറിൻ്റെ അടുത്ത് പോകണം. സാറിൻ്റെ ടീമിനെ കാണണം. അവിടെ ഉണ്ടാവോ? CVTSലെ ഡോക്ടേഴ്സ് എല്ലാം സർജറിയിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ഷിൽനേച്ചിയുടെ കയ്യിൽ കൊടുക്കാമെന്ന്. ആൾ ഭയങ്കര സപ്പോർട്ടീവാട്ടോ. ഞങ്ങൾ കൊടുക്കുന്നത് കേട്ട പാടെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്നത് പോലെ ആവില്ല ഞാൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വേഗം മുകളിലേക്ക് എത്താൻ പറഞ്ഞു. നമ്മൾ സർജറി ചെയ്ത സ്ഥലത്തേക്ക് എത്തല്ലേ? നമ്മുടെ വാർഡിലേക്ക് 18ാം വാർഡ്. ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് ഷിൽനേച്ചി മുകളിൽ തന്നെ ഉണ്ട്. ഇതാണ് കേട്ടോ ഷിൽനേച്ചി ഞങ്ങളെയും കൂട്ടി സാറ് സർജറി ഉള്ള സ്ഥലത്തേക്ക്, അതായത് തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. തിയേറ്ററിൻ്റെ പുറത്ത് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ സാറെ കണ്ടില്ല, ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്തെത്തി? ശരി, അങ്ങോട്ടൊക്കെ പെണ്ണുമായിട്ട് കാത്തിട്ട്. ശരി, ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഞാനും ഡോക്ടറാണ്. തീർച്ചയായിട്ടും. സാറിന് വേണ്ടി ഞങ്ങൾ പുറമെ വെയിറ്റ് ചെയ്തു. ഞങ്ങളെ കൂടെ ഷിൽനേച്ചി നിന്നു. പാവം ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. സാറെ കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചു നിർത്തി. അങ്ങനെ സാറ് വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് സാറ് വന്ന് സാറെ കണ്ടതും സാറിന് ഭയങ്കര ഹാപ്പിനെസ്സായി. നമ്മളങ്ങനെ ഒരു വിഷ് പറഞ്ഞതിൽ തന്നെ സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അതിലേറെ ഞങ്ങളും ഹാപ്പി ആയിരുന്നു. രാജേഷ് സാർ ഏത് തിരക്ക് പോയാലും നമ്മളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഓരോ പേഷ്യൻറ്റിനും സാറിന് അത്രയും ഭയങ്കര വാല്യബിളാണ്. എല്ലാ ഡോക്ടേഴ്സും അതെട്ടോ. ഏത് വഴിയിൽ വെച്ച് നമ്മളെ കണ്ടാലും നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. സാറ് CVTSലെ HOD ആണ് കേട്ടോ. ഇത് തുഷാര മാമും അജ്മൽ ഡോക്ടറും ആനന്ദ് ഡോക്ടറൊക്കെയാണ് എൻ്റെ സർജറി ചെയ്ത്. ഫുൾ ടൈം മാം ICUവിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഡോക്ടർ ആൻ്റണി സാറ് പ്രീ ഓപ്പറേറ്റീവിലെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് സാറായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. എൻ്റെ കേസ് അറ്റൻഡ് ചെയ്ത എല്ലാ സാറുമാർക്കും ഗിഫ്റ്റ് വാങ്ങിയിരുന്നു കേട്ടോ. അവരോടൊക്കെ കണ്ട് വിഷ് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ അവരാരും കണ്ടില്ല. എല്ലാവരും സർജറിയിലും ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു. സോ ഷിൽനേച്ചിയുടെ കയ്യിൽ ബാക്കിയുള്ളവർക്കുള്ള ഗിഫ്റ്റും വിശ്വാസവും അറിയിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സിന് ഗിഫ്റ്റ് കൊടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എനിക്ക് സർജറി ചെയ്തു. ഭയങ്കര ഹാപ്പിയാ. സർജറി ചെയ്ത ഡോക്ടേഴ്സ് ഞാൻ അത്രയും ഡിഫിക്കൽട്ടി ലെവലിലേക്ക് എത്തിപ്പോയില്ല. അപ്പോൾ അവരെ കാരണമാണല്ലോ ഞാനിന്ന് എന്താ പറയുക, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ വന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഏകദേശം ഓക്കെയാണ്. ഇൻഷാല്ലാ കുറച്ചുകൂടി ക്ലിയർ ആയാൽ ഡബിൾ ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ ഡോക്ടേഴ്സ്.